മാനസികമായ പിരിമുറുക്കങ്ങളെ എങ്ങനെ ലഘൂകരിക്കാമെന്ന രീതിയിലേക്കാണ് നമ്മൾ ഇതുപോലത്തെ ഒരു പച്ചക്കറി കൃഷി ആരംഭിക്കാൻ കാരണം. മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദനമാകുന്ന തരത്തിലേക്കാണ് ഞങ്ങൾ ഈ കൃഷി ചെയ്തിരിക്കുന്നത്. പടവും പറമ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ എപ്പോഴും പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തരായ കർഷകരെയും അവരുടെ കൃഷിരീതികളുമൊക്കെയാണ് അല്ലേ. അപ്പോൾ ഇന്നും അങ്ങനെ ഒരു വ്യത്യസ്തരായ കർഷകരെയാണ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിട്ടുള്ള വ്യത്യസ്തരായ കർഷകരെയാണ് പരിചയപ്പെടുത്തുന്നത്. KSEBക്കാരാണിവർ. ഈ KSEBക്കാരെങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്നല്ലേ ഇപ്പോൾ എല്ലാവരുടെയും ഒരു ചോദ്യം, മനസ്സിൽ ഉയർന്നൊരു ചോദ്യം എന്നുള്ളത്. KSEBക്കാരെങ്ങനെയാണ് കൃഷി ചെയ്യുക? അവർ നമുക്കറിയാം വളരെ വലിയൊരു വിവാദമായിരുന്നു KSEBക്കാർ വാഴ വെട്ടി നശിപ്പിച്ചു എന്നുള്ളൊരു സംഭവം. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കൃഷിക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു കൂട്ടം KSEB തൊഴിലാളികളെയാണ് ഇന്ന് പാടവും പറമ്പും പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഇവരുടെ ഓഫീസ് കോമ്പൗണ്ടിൽ വളരെ വലിയൊരു പച്ചക്കറിത്തോട്ടം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പച്ചക്കറിത്തോട്ടത്തിൻ്റെ കൃഷി വിശേഷങ്ങൾ അറിയാം ഇന്ന് പാടവും പറമ്പും എപ്പിസോഡിലൂടെ. രാപ്പകൽ വ്യത്യാസമില്ലാതെ ഏറെ അപകടകരമായ വൈദ്യുതി കൈകാര്യം ചെയ്യാൻ മാത്രമല്ല നല്ല ജൈവ പച്ചക്കറികൾ വിളയിക്കാനുമാകും എന്ന് തെളിയിക്കുകയാണ് KSEB പനമരം സെക്ഷനിലെ ഈ ജീവനക്കാർ. ഇവരുടെ പ്രയത്നത്തിൽ ഓഫീസ് വളപ്പിൽ ഒരു ജൈവ പച്ചക്കറിത്തോട്ടം ഒരുക്കിയിരിക്കുകയാണ് ഈ കൂട്ടായ്മ. ഓവർസിയർ ജോണിയും മറ്റ് ജീവനക്കാരും ചേർന്നാണ് കൃഷിയൊരുക്കിയത്. തങ്ങൾക്ക് കിട്ടുന്ന ചെറിയ ഒഴിവ് സമയവും വൈകുന്നേരങ്ങളും ഇവർ കാർഷിക ജോലികൾക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. ഏറെ ശ്രദ്ധയും അധ്വാനവും വേണ്ട ജോലിയാണ് ഇലക്ട്രിസിറ്റി ജീവനക്കാരുടേത്. ഒന്ന് ശ്രദ്ധ പിഴച്ചാൽ ജീവൻ പോലും നഷ്ടപ്പെടാം. ഈ മാനസിക പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാനും നല്ല ജൈവ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാനും അതുവഴി സമൂഹത്തിന് നല്ലൊരു സന്ദേശം നൽകാനും വേണ്ടിയാണ് ഈ കൂട്ടായ്മ ഓഫീസ് പരിസരത്ത് പച്ചക്കറി കൃഷി ആരംഭിച്ചത്. നമ്മൾ ജീവനക്കാരെല്ലാം കൂടെ ഭയങ്കരമായി നല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇപ്പോൾ രാവിലെ തൊട്ട് 8 മണി തൊട്ട് വൈകുന്നേരം 8 മണി വരെയാണ് നമ്മുടെ ജോലി ടൈം. അപ്പോൾ ഈ ജോലി ടൈമിനിടയ്ക്ക് നമുക്ക് ഒരുപാട് ടെൻഷനുകളുണ്ടാകും. കാരണം പല ഫീൽഡിൽ പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ പിരിമുറുക്കങ്ങളെ എങ്ങനെ ലഘൂകരിക്കാം എന്ന രീതിയിലേക്കാണ് നമ്മൾ ഇതുപോലത്തെ ഒരു പച്ചക്കറി കൃഷി ആരംഭിക്കാൻ കാരണം. പച്ചക്കറി കൃഷി ആരംഭിക്കുമ്പോൾ അതിനകത്തുള്ള ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടായ്മ കൂടി ഉണ്ടാകും. വൈകുന്നേരം ജോലി കഴിഞ്ഞ് 5 മണിക്ക് ജോലി നിർത്തി കഴിയുന്ന ടീമുകൾ വന്നിട്ട് ഇതിനകത്ത് ഒന്നിച്ച് ഒരേപോലെ പണിയെടുത്ത് കഴിയുമ്പോൾ വെള്ളം ഒഴിക്കുകയാകാം, ഇല്ലെങ്കിൽ കള പറിക്കുകയാകാം, അതിനെ ചെടികളെ പരിപാലിക്കുന്ന ആ സമയത്ത് അവരുടെ ആ കൂട്ടത്തോടെ അന്നത്തെ ആ ജോലിയെക്കുറിച്ചുള്ള കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പണിയെടുക്കുമ്പോൾ അവരുടെ ആ മാനസികമായ പിരിമുറുക്കങ്ങളെ ഒഴിവാക്കാൻ പറ്റും. അതാണ് നമുക്ക് ഈ കൃഷിയിലൂടെ ഏറ്റവും വലിയൊരു മെച്ചമായി ഞങ്ങൾ കണ്ടത്. മറ്റ് നമുക്ക് ഒരുപാട് ട്രെയിനിങ്ങുകളോ പരിപാടികളോ പിരിമുറുക്കങ്ങളോ മാറ്റാനുള്ള ജോലിയുടെ മാനസിക പിരിമുറുക്കം മാറ്റാനുള്ളത് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇതുപോലത്തെ ഒരു ജോലി ചെയ്യുമ്പോൾ തന്നെ കൂടുതലായി കിട്ടുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിവിടെ ചെയ്തിരിക്കുന്ന ജൈവ രീതിയിലുള്ള പച്ചക്കറിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മറ്റുള്ളവർക്ക് KSEBയിലേക്ക് ഇപ്പോൾ ഒരുപാട് പേര് ബില്ലടയ്ക്കാനും മറ്റ് പല ആവശ്യങ്ങൾക്കായി KSEB ഓഫീസിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ വരുന്ന സമയങ്ങളിൽ മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദനമാകുന്ന തരത്തിലേക്കാണ് ഞങ്ങൾ ഈ കൃഷി ചെയ്തിരിക്കുന്നത്.
എന്നാൽ അവർക്കും ഇവിടെ ഇതുപോലത്തെ പച്ചക്കറി ചെയ്ത് കഴിയുമ്പോൾ അവരെ വീടുകളിലും ഇത്തരം കൃഷികൾ ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ സമൂഹത്തിന് കൊടുക്കുന്ന ഇത് ജൈവ രീതിയിലുള്ള പച്ചക്കറികളെ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാമെന്ന് ഇപ്പോൾ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ജീവിതത്തിലൂടെയാണ് KCBയിലെ ജീവനക്കാരെല്ലാം പോകുന്നത്. കാരണം അവരുടെ ജീവൻ തുടങ്ങുന്നത് തന്നെ രാവിലെ 8 മണിക്കാണ് ജോലി സ്റ്റാർട്ട് ചെയ്ത് വൈകിട്ട് 8 മണി വരെ വരുന്ന സമയത്താണ്. അപ്പോൾ കൺസ്യൂമറുടെ അടുത്തുനിന്ന് ഒരുപാട് പ്രഷറുകളും ഇല്ലെങ്കിൽ അവരെ ചെയ്തു തീർക്കേണ്ട ഓരോ പണികളുണ്ടാവും. എന്നാൽ അത്രത്തോളം തിരക്കുകളുള്ള അവർക്കും ഇതുപോലത്തെ കൃഷി ചെയ്യാമെന്ന് നമ്മളൊരു കാണിച്ചു കൊടുക്കുകയാണ് ഈ പരിപാടിയിലൂടെ മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതുവഴി നമുക്ക് നല്ലൊരു പച്ചക്കറികളെ വിഷമില്ലാത്ത വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികളെ നമുക്ക് എത്തിക്കാനും കഴിയും. നീർവാരത്തെ കർഷക സൊസൈറ്റിയിൽ നിന്നാണ് പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ വിത്തുകൾ വാങ്ങിയത്. കാർഷിക കുടുംബങ്ങളിലുള്ളവരാണ് ഇവരിൽ പലരും. അതിനാൽ തന്നെ കൃഷിയിലെ അറിവുകൾ പരസ്പരം പങ്കുവയ്ക്കാനുള്ള വേദി കൂടിയായി മാറി ഇവരുടെ കൂട്ടായ്മ. ഓഫീസ് പരിസരത്തെ ഒഴിവുള്ള ഓരോ സ്ഥലവും കൃഷിക്കായി ഇവർ ഉപയോഗിച്ചു. ആത്മാർത്ഥതയോടെയുള്ള ഇവരുടെ അധ്വാനത്തിൽ കാബേജും ബീൻസും പയറുമെല്ലാം നൂറുമേനിയാണ് വിളഞ്ഞത്. നമുക്ക് നീർവാരത്തൊരു കർഷക സൊസൈറ്റി ഉണ്ട്. അവരെ ഇതിൽ 1 സെൻറ്റ് സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ട് ഒരു വിളവെടുക്കുന്ന ഒരു പരിപാടി ഞങ്ങൾക്ക് കാണാനിടയായി. ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കാണാൻ കഴിഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ കൃഷിയുടെ മേന്മയും ഇല്ലെങ്കിൽ ആ 1 സെൻറ്റിൽ നിന്ന് ഇത്രയും നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരോട് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരതിന് വേണ്ടുന്ന സഹായങ്ങൾ വിത്ത് അതേപോലെ അതിൻ്റെ തൈകളൊക്കെ തരാമെന്ന് ഏൽക്കുകയും ആ തൈകളും വിത്തുകളും കൊണ്ടുവന്നിട്ടാണ് നമ്മളിവിടെ ആദ്യമായിട്ട് കൃഷി ആരംഭിച്ചത്. അത് നല്ലൊരു ഞങ്ങൾക്ക് വലിയൊരു കാര്യമായിരുന്നു. കാരണം കിട്ടിയതുകൊണ്ട് ആ തൈകൾ കിട്ടിയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും നല്ല രീതിയിൽ തൈകളെ ഉൽപ്പാദിപ്പിക്കാനും ഇത്രയും ഇതിലായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. ഓഫീസിൽ മാത്രമല്ല ഓരോ ജീവനക്കാരുടെ വീടുകളിലും തൈകൾ എത്തിച്ചു നൽകി പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ കൂട്ടായ്മ. വരുമാനമല്ല, വിഷരഹിത പച്ചക്കറി സ്വന്തമായി ഉൽപ്പാദിപ്പിക്കണം എന്നതാണ് ഇവരുടെ ലക്ഷ്യം. അപ്പം നമ്മളിപ്പോൾ ഇവിടെ നിന്നൊരു ഒരാളുടെ അടുത്ത് ഇതിവിടെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു 5 പേര് 6 പേരായിട്ട് ആദ്യം നമ്മളിത് കുറച്ച് പേരായിട്ടാണ് ആദ്യം തുടക്കം കുറിച്ചത്. പക്ഷേ പിന്നീട് വന്ന ദിവസങ്ങളിൽ എല്ലാ ജീവനക്കാരും ഇതിനകത്ത് പങ്കാളികളാകുകയും ഇപ്പോൾ അവരെ വീടുകളിലും ഇതോടൊപ്പം തന്നെയുള്ള ചെടികൾ വളരാനും തുടങ്ങി. അപ്പോൾ ഒരുപാട് ആളുകളിലേക്ക് ഇതിൻ്റെ ഈ ഒരു സന്ദേശം ഞങ്ങൾക്ക് എത്തിക്കാനും കഴിഞ്ഞു. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം. ഇവിടുത്തെ തൈകൾ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ KCBൻ്റെ ഇപ്പോൾ കറണ്ട് വിൽക്കുക, അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുക എന്നതിനേക്കാൾ ഉപരി അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു പൊതു ആളുകൾക്ക് ഗുണകരമാകുന്ന രീതിയിലേക്കുള്ളൊരു സന്ദേശം കൂടി ഞങ്ങൾക്ക് ഇതുവഴി നൽകാൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങളെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. വള്ളിപ്പയർ, ബീൻസ്, തക്കാളി, കാബേജ്, വെണ്ട, വഴുതന തുടങ്ങിയവയാണ് ഇവരുടെ കൃഷി. സ്ഥലം പരിമിതമായതിനാൽ ഗ്രോ ബാഗുകളിലും ചാക്കുകളിലുമാണ് മണ്ണും വളവും നിറച്ച് തൈകൾ നട്ടത്.
ചാണകമായിരുന്നു പ്രധാന വളം. നമ്മളിപ്പോൾ ഇവിടെ നട്ടിരിക്കുന്ന തൈകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വള്ളിപ്പയർ നട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ബീൻസ് നട്ടിട്ടുണ്ട്, മറ്റൊന്ന് നമുക്ക് തക്കാളി നമ്മളിവിടെ നട്ടിട്ടുണ്ട്, വെണ്ട നട്ടിട്ടുണ്ട്, പിന്നെ ചീനി നട്ടിട്ടുണ്ട്, അതുകൂടാതെ ക്യാബേജ് നട്ടിട്ടുണ്ട്, പിന്നെ വഴുതന അതേപോലെ നട്ടിട്ടുണ്ട്, പിന്നെ ക്യാബേജ് 2 ടൈപ്പ് ക്യാബേജുകൾ നമ്മളിവിടെ നട്ടിട്ടുണ്ട്. ഇത്രയും തൈകളാണ് നമ്മൾ നട്ടത്. വിളവിൻ്റെ ഇതിലേക്ക് നമ്മളിപ്പോൾ പൂവായി വരുന്നതേ ഉള്ളൂ. ബീൻസൊക്കെ ഇപ്പോൾ കായായി വരുന്നുണ്ട്. ക്യാബേജൊക്കെ പതുക്കെ തണുപ്പ് ആകുന്നതിനനുസരിച്ച് കൂടി വരുന്നുണ്ട്. തക്കാളി ഏകദേശം പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. വിളവായി വരുന്നതേ ഉള്ളൂ. പയറൊക്കെ ഒരുവിധം ആ വള്ളി കയറി വരുന്നുണ്ട്. നല്ലൊരു വിളവ് നല്ലൊരു ഇതിലേക്ക് വരുന്നുണ്ട്. പൂർണ്ണമായിട്ട് ഇത് ജൈവ രീതിയിലാണ് ചെയ്യുന്നത്. യാതൊരു കീടനാശിനികളോ മറ്റ് സംഭവങ്ങളോ ഒന്നും ഉപയോഗിച്ചുകൊണ്ടല്ല ചെയ്യുന്നത്. നമ്മളിതിനകത്ത് മെയിനായിട്ട് നമ്മൾ മണ്ണ് ഒരുക്കിയപ്പോൾ ആദ്യം നമ്മൾ ചാണാനും പിന്നെ നമ്മുടെ ജീവനക്കാർ തന്നെ അവരുടെ വീടുകളിൽ എല്ലാവരും തന്നെ കൃഷിക്കാരാണ്. ജീവനക്കാർ അധികം കാർഷിക കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ അവരുടെ വീട്ടിലുണ്ടായിരുന്ന ചാണാനും എല്ലാം അവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യുകയും അത് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ തന്നെ മണ്ണെടുത്തുകൊണ്ട് നമ്മൾ ചാക്കുകളിലും ഗ്രോ ബാഗുകളുമാണ് നമ്മളിത് നിറച്ചത്. പിന്നെ നമുക്ക് ജൈവ വളങ്ങളും പരിപാടികളാണ് ഇതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ചാണകനീര് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും മണ്ണ് അല്പം കുറവാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും മണ്ണ് ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ മണ്ണ് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ തരത്തിലാണ് ഇപ്പോൾ കൃഷികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൃഷി ചെയ്യാൻ വൈദ്യുതി വകുപ്പിന് കൃഷി വകുപ്പിന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട്. പനമരം കൃഷി ഓഫീസർ ജാമിയ ഇവരുടെ കൃഷിയിടത്തിൽ നിത്യവും സന്ദർശനം നടത്താറുണ്ട്. നമുക്ക് കൃഷി വകുപ്പിൻ്റെ ഇതിൽ നല്ല സപ്പോർട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൃഷി ഓഫീസർ ജാമിയ സാറിൻ്റെ പൂർണ്ണമായ പിന്തുണ നമുക്കുണ്ട്. നമ്മുടെ പനമരം കൃഷി ഓഫീസറുടെ, അതുപോലെ കൃഷി അസിസ്റ്റൻ്റ് ഡയറക്ടർ ബിനോയ് സാറ്, പിന്നെ ആത്മ പ്രോജക്റ്റിൻ്റെ ആൾക്കാരായിട്ടുള്ള വിജേഷ് സാറ്, ഇവരൊക്കെ നമ്മൾക്കിത് വന്ന് കണ്ട് ഇതിന് വേണ്ട ഓരോ സ്റ്റേജിലും ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഇവർ വിശദമായി നമുക്ക് പറഞ്ഞു തന്നു. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഭിനന്ദനം പറയാനുള്ളത് കൃഷി ഓഫീസറോടാണ്. ജാമിയ സാറ് വന്നിട്ട് ഇതിന് വേണ്ട നിർദ്ദേശങ്ങൾ എല്ലാ ആഴ്ചകളിലും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കൃഷി അസിസ്റ്റൻ്റ് ഡയറക്ടർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇതിലുള്ള ബിനോയ് സാർ അതേപോലെ തന്നെ ഇതിന് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് ഇതോടൊപ്പം നൽകുന്നുണ്ട്. പിന്നെ അവരുടെ സഹായവും ഞങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെയൊക്കെ പിന്തുണയാണ് ഞങ്ങൾക്ക് ഇത് ഇത്രത്തോളം വിജയകരമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നേരം കണ്ടില്ലേ, KSEBക്കാർക്കും നന്നായിട്ട് കൃഷി ചെയ്യാൻ അറിയാം. അതെന്താ, അവർക്ക് കൃഷി ചെയ്യാൻ അറിയാണ്ടിരിക്കാനുള്ള കാരണം അങ്ങനെയൊന്നുമില്ലല്ലോ. പക്ഷേ ഇവരുടെ ഈ ജോലി തിരക്കിൻ്റെ ഇടയിൽ കൃഷി ചെയ്യുക, അതിൻ്റെ വിളവെടുക്കുക, അതൊക്കെ വലിയ കാര്യം തന്നെയാണ് അല്ലേ. നമ്മളിൽ പലരും ജോലി തിരക്കുകൾക്കിടയിൽ മറന്നു പോകുന്ന ഒരു കാര്യമാണ് കൃഷി ചെയ്യാൻ. അതായത് നല്ല കൃഷി ചെയ്ത് നല്ല രീതിയിൽ വിളവുണ്ടാക്കാൻ, അല്ലെങ്കിൽ ജൈവ പച്ചക്കറി കൃഷികൾ ചെയ്ത് നല്ല പച്ചക്കറികൾ കഴിക്കാൻ നമ്മളിൽ പലരും മറന്നു പോകുന്ന ഒരു കാലമാണിത്. ആ സമയത്താണ് വളരെയധികം തിരക്കുള്ള ജോലിക്കാരായ KSEBക്കാർ ഇങ്ങനെയൊരു മാതൃക കൃഷിത്തോട്ടം ഒരുക്കിയിരിക്കുന്നത്. ഇവർ ഏറെ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ. അപ്പോൾ പാടവും പറമ്പും പ്രേക്ഷകർക്ക് ഇന്ന് ഇങ്ങനെയൊരു കർഷകരെ പരിചയപ്പെടുത്തിയതിലേറെ അഭിമാനമുണ്ട്. നമുക്കറിയാം, ഇവരുടെ ഒരു തിരക്ക് എന്ന് പറയുന്നത് ഏത് സമയം ഒരു കോൾ വന്നാൽ പോലും പുറത്തുപോയി അത് വളരെ അപകടകരമായ ഒരു ജോലി ചെയ്യേണ്ട ആളുകളാണ് ഇവർ. അപ്പോൾ ഇവർ ഇത്തരത്തിലൊരു കാർഷിക മേഖലയിൽ ഒരു ചുവട് വയ്ക്കുക എന്നുള്ളത്
എന്നുള്ളത് എല്ലാവർക്കും ഒരു മാതൃകയാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അല്ലേ. അപ്പോൾ എന്തായാലും പാടവും പറമ്പും പ്രേക്ഷകർക്ക് ഇന്നത്തെ ഈ ഒരു വ്യത്യസ്തമായ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. പാടവും പറമ്പും പ്രേക്ഷകർക്കായിട്ട് ഈ ഒരു വൈദ്യുത വകുപ്പിലെ ജീവനക്കാരെ പരിചയപ്പെടുത്തിയ ഒരു വ്യത്യസ്തമായ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു കൃഷി വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.